സിംഗപ്പൂരിലെ അതിസമ്പന്നനും പ്രശസ്തനുമായ ഒരു കോസ്മെറ്റിക് സർജൻ ആയിരുന്നു ഡോക്ടർ റിച്ചാർഡ് ടിയോ. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വിജയത്തെയും സമ്പത്തിനെയും സ്നേഹിച്ചിരുന്നു. ഏറ്റവും മികച്ച സ്കൂളിൽ പഠിച്ചു, എല്ലാത്തിലും വിജയിച്ചു. സമ്പാദിക്കാനുള്ള ആഗ്രഹത്താൽ ഒരു സൗന്ദര്യ ക്ലിനിക്ക് തുടങ്ങി. ബിസിനസ് തഴച്ചു വളർന്നു. അദ്ദേഹം ലക്ഷ്യങ്ങൾ നേടി. ആഡംബര കാറുകൾ വാങ്ങി, വലിയ ബംഗ്ലാവുകൾ പണിതു. തന്റെ ജീവിതത്തിന്റെ ഉന്നതിയിൽ എത്തിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ഒരു ദിവസം അപ്രതീക്ഷിതമായി നടുവേദന തുടങ്ങി. പരിശോധനയിൽ 4ാം ഘട്ട ശ്വാസകോശ അർബുദം സ്ഥിരീകരിച്ചു. ഏതാനും മാസങ്ങൾ മാത്രമേ ജീവിതമുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അദ്ദേഹത്തിന്റെ ലോകം തകർന്നു. കഠിനമായ വിഷാദത്തിലായി. തന്റെ സമ്പത്തും കാറുകളും വീടും ഒന്നും അദ്ദേഹത്തിന് ആശ്വാസം നൽകിയില്ല. ഫെരാരിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ കഴിയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ഇരുണ്ട നാളുകളാണ് അദ്ദേഹം യഥാർത്ഥ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കിയത്. അത് പണത്തിലോ പ്രശസ്തിയിലോ ആയിരുന്നില്ല, മറിച്ച് കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ എന്നിവരുമായുള്ള ബന്ധത്തിലായിരുന്നു. തന്റെ വേദനയിൽ പങ്കുചേരുന്നവരും തന്നോടൊപ്പം ചിരിക്കുകയും കരയുകയും ചെയ്യുന്നവരുമാണ് യഥാർത്ഥ സന്തോഷം നൽകിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മുമ്പ് അദ്ദേഹം സമ്പത്ത് കാണിച്ച് മറ്റുള്ളവരെ അസൂയപ്പെടുത്തിയിരുന്നു. എന്നാൽ അതൊന്നും യഥാർത്ഥ സന്തോഷം നൽകില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു ഡോക്ടർ ആയിരുന്നിട്ടും രോഗികളുടെ വേദന മനസ്സിലാക്കാൻ കഴിയാതിരുന്ന തന്റെ ഭൂതകാലത്തെ കുറിച്ച് അദ്ദേഹം ഓർത്തു. താൻ ഒരു രോഗിയായപ്പോഴാണ് വേദന എന്താണെന്ന് ശരിക്കും മനസ്സിലായത്. ഈ അനുഭവം അദ്ദേഹത്തെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ എല്ലാ ഭൗതിക വസ്തുക്കളും ഉപേക്ഷിച്ച് അത്യാവശ്യമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും അങ്ങനെ മരിക്കണമെന്ന് പഠിക്കുമ്പോഴാണ് എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുന്നത്. ഡോക്ടർ റിച്ചാർഡ് ടിയോ ലോകത്തെ പഠിപ്പിച്ചത് യഥാർത്ഥ സന്തോഷം സ്വയം സേവിക്കുന്നതിലൂടെയല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെയാണെന്ന്. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരാനും അവർക്ക് താങ്ങും തണലുമാകാനും കഴിയണം. കാരണം ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം മനുഷ്യബന്ധങ്ങളിലും സ്നേഹത്തിലുമാണ് യഥാർത്ഥ ജീവിതം കുടികൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. സമ്പത്തും ഭൗതിക നേട്ടങ്ങളും ശാശ്വതമായ സന്തോഷം നൽകില്ല. ഡോക്ടർ റിച്ചാർഡ് ടിയോയുടെ ജീവിതം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. വലിയ സമ്പത്തും ആഡംബര ജീവിതവും ഉണ്ടായിരുന്നിട്ടും മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥ ആശ്വാസം നൽകിയത് ഭൗതികമായ ഒന്നുമല്ലായിരുന്നു.